സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിരോധനങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീക്ക് നൽകട്ടെ. ഇന്നിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മറ്റൊരു പാപത്തെ സംബന്ധിച്ചാണ്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുറ്റമാണ് ഭർത്താവുമായി പിണങ്ങുക എന്നുള്ളത്, തെറ്റുക എന്നുള്ളത്. ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാകണമെന്നുള്ളതിന് ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് തുടങ്ങാം. ഇസ്ലാമിക ലോകത്തിലെ ഒരു മാതൃക ദമ്പതികളുണ്ട്, വരനും വധുവും. അബൂ സലമ, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുമ. ഉമ്മു സലമയും അബൂ സലമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്. അത്രമാത്രം സ്നേഹമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിന് ഉഹദ് യുദ്ധത്തിന് പോയി ഒരു മുറിവ് പറ്റി. ആ മുറിവ് ഇങ്ങനെ വലുതായി വന്നു. ഒരമ്പ് കൊണ്ടതാണ്. ക്രമേണ മുറിവ് വലുതാവുകയും അതേപോലെ തന്നെ വലിയ പ്രയാസങ്ങളുണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറ്റൊരു യുദ്ധത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കുകയാണ്. അതുകൂടിയായപ്പോൾ അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതായി, കിടപ്പിലായി, ചികിത്സകൾ ഏൽക്കാതെ വന്നു. ആ സമയത്ത് അത്രമാത്രം സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമാകുമ്പോൾ അതിലാർക്കെങ്കിലും ഒരാൾക്ക് വിഷമങ്ങളുണ്ടാകുമ്പോൾ ആ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ദുഃഖിച്ചിരിക്കുന്ന ഭാര്യ ഉമ്മു സലമയോട് അബൂ സലമ പറഞ്ഞു, യാ ഉമ്മു സലമ, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലാ യുസീബു അഹദൻ മിനൽ മുസ്ലിമീന മുസീബ ഫയസ്തർജിഉ ഇൻദ മുസീബത്തി സുമ്മ യഖൂൽ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ ഇല്ലാ ഫഇല ബി. ഉമ്മു സലമ, നീ എന്തിന് വിഷമിക്കണം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. മുസ്ലിമീങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരാൾക്കൊരു വിഷമമുണ്ടായി, ആ വിഷമത്തിൻ്റെ സന്ദർഭത്തിൽ ഇസ്തിർജാ നടത്തുക. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലുക. അങ്ങനെ ചൊല്ലുകയും അതിനുശേഷം അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് ബാധിച്ച ഈ പ്രയാസത്തിന് നീ എനിക്ക് കൂലി നൽകണേ, പ്രതിഫലം നൽകുകയും എനിക്ക് ബാധിച്ച ഈ പ്രയാസത്തിനേക്കാളേറെ, അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്ന ഈ പ്രയാസത്തിനേക്കാളേറെ ഉത്തമമായതിനെ നീ എനിക്ക് പകരം നൽകുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുക്കാതിരിക്കുകയില്ല എന്ന് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് ഭർത്താവ് അബൂ സലമ ഭാര്യ ഉമ്മു സലമയോട് പറയണം. രോഗം കഠിനമായി. നേരത്തെ പറഞ്ഞതുപോലെ ചികിത്സ ഫലം ചെയ്യാതെയായി. അദ്ദേഹം മരണാസന്നായി കിടക്കുകയാണ്. മരണാസന്നായി കിടക്കുന്ന അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സന്ദർശിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് മുത്തുനബി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചിമ്മിക്കൊടുത്തു. മരണാസന്നനായ ആളുടെ പക്കൽ നമ്മൾ ചെന്നാൽ ചെയ്യേണ്ട ഒരു സുന്നത്താണ് കണ്ണ് ചിമ്മിക്കൊടുക്കുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വസല്ലം പറഞ്ഞു, ഇദാ ഹളർത്തും മൗതാക്കും, നിങ്ങൾ മരണാസന്നരുടെ അടുക്കൽ ചെന്നാൽ, മരണം ആസന്നമായ ആളുകളുടെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ ഫഗ്മിദു അൽ ബസറ, കണ്ണുകൾ നിങ്ങൾ ചിമ്മിക്കൊടുക്കണം. ഫൈനൽ ഐന തത്ബഉ റൂഹ, കാരണം എന്താ വെച്ചാൽ കണ്ണ് ആത്മാവിനെ പിന്തുടരുന്നതാണ്. ആ കണ്ണ് നമ്മൾ ആ സമയത്ത് പൂട്ടിക്കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ പിന്നെ ആ കണ്ണ് പൂട്ടാൻ കഴിയില്ല. അത് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാണാതിരിക്കാനാണ് ചുമ്മിക്കൊടുക്കണമെന്ന് പറയാൻ കാരണം. എന്നിട്ട് അല്ലാഹു റസൂല് അബൂ സലമയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീന വഖ്ലുഫു ഫീ അഖബി മിനൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഅ ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. അല്ലാഹുവേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ,
സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തി കൊടുക്കുകയും ചെയ്യണേ. അദ്ദേഹത്തിന് തുല്യരായ ആളുകളെ അദ്ദേഹത്തിൻ്റെ ശേഷം നീ പിൻഗാമികളിൽ നീ വിട്ടേക്കുകയും ചെയ്യണേ. അള്ളാഹുവേ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും ലോകരക്ഷിതാവെ നീ പുറത്തു തരണേ. അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ. അദ്ദേഹത്തിൻ്റെ ഖബർ നീ പ്രകാശപൂരിതമാക്കുകയും ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്തൊക്കെ ഒരു കാര്യമാണ്. ഒരാൾ ഒരു മയ്യത്ത് കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ മന്നാസിനെ സന്ദർശിക്കുന്ന സമയത്ത് അയാളെ പേര് പറഞ്ഞ് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. അബൂസലമ എന്നുള്ള ആ പേരിൻ്റെ സ്ഥാനത്ത് ആരെയാണോ നമ്മൾ സന്ദർശിക്കുന്നത് അയാളുടെ പേര് പറയാം, എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ അബൂസലമ മരണപ്പെട്ടു. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ വിധവയായി. അറബികൾ അവരെ വിളിച്ചിരുന്നത് അയ്യിമുൽ അറബ് എന്നാണ്. അറബികളിലെ വിധവ എന്നായിരുന്നു ആളുകൾ അവരെ വിളിച്ചിരുന്നത്. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ പഠിപ്പിച്ചതായി തൻ്റെ ഭർത്താവായിരുന്ന അബൂസലമ പറഞ്ഞു കൊടുത്തിരുന്ന പ്രാർത്ഥന അവരങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. പ്രാർത്ഥന ആരാധനയാണല്ലോ, അതുകൊണ്ട് അതിന് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ പ്രാർത്ഥനയിലെ ഒരു വാക്ക് വഖ്ലിഫിലി ഖൈറൻ മിൻഹ, അല്ലാഹുവേ ഇതിനേക്കാളേറെ ഉത്തമമായതിനെ നീ എനിക്ക് പകരം നൽകണേ എന്നുള്ള വാക്ക് അവർ പറയാറുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വിശ്വാസം എന്താ പറയുക, വമൻ അസാഹു യക്കൂനു ഖൈറൻ മിൻ അബീ സലമ എന്നായിരുന്നു. അബൂസലമയേക്കാളേറെ ഉത്തമനായൊരു ഭർത്താവ് ലോകത്തുണ്ടോ? അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിനുള്ള ബന്ധത്തിന് പറയുന്ന പേരാണ് വൈവാഹിക ബന്ധം എന്ന് പറഞ്ഞാൽ. അതായത് ഭൂമി ലോകത്ത് എൻ്റെ ഭർത്താവ് അബൂസലമയേക്കാളേറെ ഉത്തമനായ ഒരാൾ വേറല്ല എന്നുള്ള വിശ്വാസം. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ ആകണമെന്നർത്ഥം. പക്ഷേ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പിന്നെ ആ പ്രാർത്ഥന ആ വാക്കും കൂടി പറയാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നബി പഠിപ്പിച്ചതല്ലേ എന്ന നിലക്ക് അതൊരു ആരാധനയായിരിക്കുമല്ലോ. ആ നിലക്ക് അവരെങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഇദ്ദ കഴിഞ്ഞു. ഇദ്ദ എന്ന് പറഞ്ഞാൽ വിവാഹമുക്തയായ ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്ത് ഏർപ്പെടുന്നതിന് കാത്തിരിക്കാൻ ബാധ്യസ്ഥയായ കാലത്തിനാണ് ഇദ്ദ കാലഘട്ടം എന്ന് പറയാം. 5 രൂപത്തിലാണ്. ഒന്ന്, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അവരുടെ ഇദ്ദ എന്ന് പറയുന്നത് 4 മാസവും 10 ദിവസവുമാണ്. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 234-ാമത്തെ ആയത്ത്. വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസുന ബിഅൻഫുസിഹിന്ന 4 അശ്ഹുരിൻ വഅശ്റ. നിങ്ങളിൽ നിന്ന് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയി, ഭാര്യമാരെ ഉപേക്ഷിച്ച് ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോണ ആ സ്ത്രീകൾ, അവർ 4 മാസവും 10 ദിവസവും അവർ കാത്തിരിക്കണം എന്നാണ്. സുന്നികളിൽ ഇതേ 40 ദിവസമാണ്. എവിടുന്ന കിട്ടിയ എനിക്കറിയില്ല. ഖുർആൻ പറഞ്ഞത് 4 മാസവും 10 ദിവസവും കാത്തിരിക്കണം എന്നാണ്. രണ്ടാമത്തത്, ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയാണെങ്കിൽ അവർ ഇരിക്കേണ്ടത് 3 അശുദ്ധി കാലഘട്ടമാണ്. ഖുർആൻ പറഞ്ഞു സൂറത്ത് ബഖറയിലെ 227-ാമത്തെ ആയത്ത്, വൽ മുത്തല്ലഖാത്തു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന 3 ഖുറൂ. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ അവർ 3 അശുദ്ധി കാലഘട്ടം കാത്തിരിക്കണം. 3-ാമത്തെ ഇനം ഇദ്ദ എന്ന് പറഞ്ഞാൽ ഹൈള് ഇല്ലാത്തവരും നിലച്ചവരുമാണ്. അപ്പോൾ അവിടെ 3 അശുദ്ധി കാലഘട്ടം എന്ന് പറയുമ്പോൾ അശുദ്ധിയൻ ഉണ്ടാണില്ല, അങ്ങനത്തെ സ്ത്രീകളാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ പ്രായം കഴിഞ്ഞാൽ നിലച്ചു പോകുമല്ലോ, അവരെന്താ ചെയ്യേണ്ടത്? 65-ാം അധ്യായം സൂറത്ത് ത്വലാഖിലെ 4-ാമത്തെ ആയത്ത്, വല്ലായി യൈസ്ന മിൽ മഹീദി മിൻ നിസായിക്കും. നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് ഹൈള് ഇല്ലാതെയായ സ്ത്രീകൾ, ഇനിർത്തബുത്തും ഫൈദത്തുഹുന്ന 3 അശ്ഹുർ, അവർ കാത്തിരിക്കേണ്ടത് 3 മാസമാണ്. വല്ലായിലം യഹിദിന, ഇതുവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അശുദ്ധി ഉണ്ടാകാത്ത സ്ത്രീകളും അവരും കാത്തിരിക്കേണ്ടത് 3 മാസമാണ്. 4-ാമത്തെ ഇനം ഗർഭിണികളാണ്. ഗർഭിണികളായ സ്ത്രീകളുടെ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലാണെങ്കിലും അത് പ്രസവിക്കുന്നവരെയാണ്. ഖുർആനിലെ 65-ാം അധ്യായം സൂറത്ത് ത്വലാഖിൽ 4-ാമത്തെ ആയത്ത് തന്നെ, വൗലാത്തുൽ അഹ്മാലി, ഗർഭിണികളായ സ്ത്രീകൾ, അജലുഹുന്ന, അവരുടെ അവധി എന്ന് പറഞ്ഞാൽ അയ്യല്ലാഹിന ഹംലഹുന്ന, അവർ അവരുടെ ഗർഭം പ്രസവിക്കലാണ്. അതായത് ഭർത്താവ് മരണപ്പെട്ടൊരു സ്ത്രീയുടെ
സ്ത്രീ ഗർഭിണിയായിരുന്നു. ആ ഭർത്താവ് മരിച്ച സമയത്ത് തന്നെ ആ പെണ്ണ് പ്രസവിച്ചു വരിക്കുക, അവൾക്ക് പിന്നെ ധരിക്കേണ്ട ആവശ്യമില്ല. ത്വലാക്ക് ചെല്ലപ്പെടുമ്പോൾ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു സങ്കല്പിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ പ്രസവിച്ചാൽ ധരിക്കേണ്ടതില്ല. അഞ്ചാമത്തത്, കല്യാണം കഴിഞ്ഞ് ശാരീരികമായി ബന്ധം പുലർത്തുന്നതിന് മുമ്പ് തന്നെ ത്വലാഖിൽ ഇരിക്കുക, അവൾക്ക് ഇദ്ദ ഇല്ല. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 49-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇദനക്കഹ്തുമുൽ മുഅ്മിനാത്തി, നിങ്ങൾ വിശ്വാസിനികളായ സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ, തുമ്മ തല്ലഖ്തുമുഹുന്ന, പിന്നെ നിങ്ങൾ അവരെ തലാഖ് ചൊല്ലി, മിൻ ഖബ്ലി അൻ തമസ്സുഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ തലാഖ് ചൊല്ലി. എന്നാൽ ഫമാലുക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅതദുന, അവർ ആചരിക്കേണ്ടതായ ഇദ്ദ അവർക്കില്ല. ഫമത്യുഹുന്ന വസ്രിഹുഹുന്ന സറാൻ ജമീല, നിങ്ങൾ അവർക്ക് മത്താവ് കൊടുക്കണം, അവർ നിങ്ങൾ മാന്യമായ രൂപത്തിൽ പിരിച്ചുവിടുകയും വേണം. ഇതാണ് ഇദ്ദയുടെ 5 ഇനങ്ങൾ. ഇതാണ് ഇവിടെ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ അവരുടെ പേര് ഹിന്ദ് ബിൻത്ത് അബി ഉമയ്യ എന്നാണ് കേട്ടോ. നബിൻ്റെ ഒരു ഭാര്യയാണ്, നമ്മുടെ അമ്മയാണ്. എങ്ങനെയാണ് നബിൻ്റെ ഭാര്യ എന്ന് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇദ്ദ കാലഘട്ടം കഴിഞ്ഞു. പല പ്രമുഖരും അവരെ കല്യാണം അന്വേഷിച്ചു. ഈ സമുദായത്തിലെ ഏറ്റവും അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠവാൻ എന്ന് മുസ്ലിം ലോകം പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. വിശുദ്ധ ഖുർആൻ സഹാബി എന്ന് പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ പദം പ്രയോഗിച്ചത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനാണ്. അള്ളാഹുവിൻ്റെ റസൂല് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ, നബി പറയുന്ന വാക്കുകളിൽ ആദ്യമായി പറയുന്ന പേര്, ഖുലഫാഉർ റാഷിദീങ്ങളിൽ 1-ാമത്തെ വ്യക്തി. മുസ്ലിം ലോകം ഏകാഭിപ്രായമാണ് ഏറ്റവും ശ്രേഷ്ഠവാൻ അബൂബക്കറാണ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇവരെ കല്യാണം അന്വേഷിച്ചു. ഇവർക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ട്, സഹായം എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യണത്, അവരെ കല്യാണം അന്വേഷിക്കണത്. പക്ഷെ അവർ പറഞ്ഞു, ലൈസലി സൗജുൻ ബഅദ അബീ സലമ, അബൂ സലമക്ക് ശേഷം എനിക്കൊരു ഭർത്താവില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വിശ്വാസം എന്താണ്, എൻ്റെ ഭർത്താവ് അബൂ സലമയേക്കാളേറെ നല്ലവനായ ഒരാളെ ഭൂമി ലോകത്തിന് എനിക്ക് കിട്ടാനില്ല. അല്ലേ, പെണ്ണുങ്ങൾക്കാണ് ഈ ക്ലാസ് എടുത്തോക്കേണ്ടി അല്ലേ, ഇന്ന് എല്ലാവരും ഓലെ കൊണ്ടുവരേണ്ടിയത്. ഇതിപ്പോൾ നമ്മൾ കേട്ടിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല. ഏതായാലും ചെന്ന് പറഞ്ഞു കൊടുത്താളി, ഇന്നത്തെ ക്ലാസ് ഒന്ന് കേൾപ്പിച്ചാളി നിങ്ങൾ. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ അവർ പറയണം, ഇല്ല എൻ്റെ ഭർത്താവ് അബൂ സലമയേക്കാളേറെ നല്ലവനായ ഒരാളെന്തില്ല, വേറില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു കല്യാണം അന്വേഷിച്ചു. ആരാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു? ഈ സമൂഹത്തിൽ ഇനിയൊരു പ്രവാചകൻ വരാനുണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പറയപ്പെട്ടയാൾ അല്ലേ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു പറഞ്ഞു, ഉമർ അതായത് പിശാച്ചിന് പോലും പേടിയാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരാളില്ല, അത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ്. അത്ര ശ്രേഷ്ഠനാക്കപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു. അവരും കല്യാണം അന്വേഷിച്ചു. അപ്പോഴും അവർ പറഞ്ഞു, ലൈസലി സൗജുൻ ബഅദ അബീ സലമ, അബൂ സലമയ്ക്ക് ശേഷം എനിക്കിനി ഭർത്താവില്ല. കാരണം അബൂ സലമയേക്കാൾ ഉത്തമനല്ല ഒരിക്കലും ഉമർ എന്നായിരുന്നു വിശ്വാസം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി ഒരിക്കൽ അവരുടെ അടുത്ത് ചെന്ന് വിവാഹം അന്വേഷിക്കുകയുണ്ടായി. ആ സമയത്താണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ അവരുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. ഏത്, ഇതിനേക്കാളേറെ ഉത്തമമായതിന് എനിക്ക് പകരം നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ, മുസീബത്തുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഒരു ആൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനേക്കാളേറെ ഉത്തമമായതിനെ പടച്ചറബ് കൊടുക്കാതിരിക്കുകയില്ല എന്നുള്ള പ്രവാചകൻ്റെ ആ വാക്ക് അതിങ്ങനെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അവർ പറഞ്ഞു, മർഹബം ബിക്ക യാ റസൂലല്ലാഹ്, ഒമാലി അല്ലാ തക്കൂന ബിക്ക റഗ്ബ, നബി എനിക്ക് കല്യാണത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. വലക്കിൻ ഇമ്രഅത്തുൻ ഫി യഗീറത്തുൻ ശദീദ, നബി എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, മറ്റുള്ളവരോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഫഖാഫു അൻ തറാ മിന്നി ശൈഅൻ ഫയുഅദിബുനല്ലാഹു ബിഹി, ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി നിങ്ങളെ ഭാര്യയായി ഞാൻ മാറിയാൽ ഞാൻ നിങ്ങളോട് ഭർത്താവ് എന്നുള്ള നിലക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടച്ചറബിൻ്റെ ആ വിഷയത്തിൻ്റെ പേരിൽ ശിക്ഷിച്ചാലോ, അപ്പോൾ വെറുതെ എന്താ പറയുക, നമ്മൾ പറയാം വെളുക്കാൻ വെച്ച് പാണ്ടായി മാറിയാലോ. അതുകൊണ്ടാണ് നബി എന്ത് ചെയ്യണത്, എനിക്കത് താല്പര്യമില്ല എന്ന് പറയാൻ കാരണം. മാത്രമല്ല
വനമ്രാത്തുൻ കത് ദഖലത്ത് ഫി സിന്നി, ഒരുപാട് പ്രായമായിട്ടുണ്ട് എനിക്ക്. വനതാത്തു ചെയ്യാലും ഒരുപാട് മക്കളുണ്ട് എനിക്ക്. ഈ 3 കാരണമാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാഖൗലുക്കി അന്നക്കി ഇമ്രാത്തുൻ മുസിന്ന, എന്നോട് പറഞ്ഞത് പ്രായയിക്കണമെന്നല്ലേ. ഫനാസന്ന മിൻകി, ഞാൻ നിന്നേക്കാളേറെ വയസ്സുണ്ടല്ലോ എനിക്ക്. മാത്രമല്ല ഒരാൾക്ക് അവരെക്കാളേറെ പ്രായമേറിയതിനെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു ഐബല്ല, ഒരു ന്യൂനതയല്ല എന്നും അല്ലാഹു റസൂൽ പറഞ്ഞു അല്ലേ. മുത്തനബിൻ്റെ 1ാമത്തെ വിവാഹം 15 വയസ്സിൻ്റെ വ്യത്യാസമാണ്. നബിക്ക് 25, ഖദീജക്ക് 40 വയസ്സാണ്. അപ്പം തന്നേക്കാളേറെ പ്രായമുള്ളയാളെ കല്യാണം കഴിക്കുക എന്നുള്ളത് എന്തല്ല, ഒരു ഐബല്ല, ഒരു ന്യൂനതയല്ല. പിന്നെ നീ പറഞ്ഞത് ഇന്നീ ഉമ്മു ഐത്താം, ഞാൻ യത്തീം മക്കളുടെ ഉമ്മയാണെന്നാണ്. ഫഇന്ന കുല്ലുഹും അലല്ലാഹി വറസൂലി, എല്ലാവരും അള്ളാഹുവും പിന്നീട് അവൻ്റെ പ്രവാചകനുമാണുള്ളത്. മനസ്സിലായില്ലേ? അതിലെന്ത് ചെയ്യേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. പിന്നെ നീ പറഞ്ഞ നീ അങ്ങേറ്റം ദേഷ്യമുള്ള ആളാണെന്നല്ല പറഞ്ഞത്. ഫൈനി അത് യുദ്ഹിബാനിക്ക, ഞാനേ ആ ദേഷ്യം നിന്നിൽ നിന്ന് പോകാൻ വേണ്ടി അഥവാ ഇല്ലാതെയാകാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അവർ സമ്മതിച്ചു. അവരും ഉമ്മഹാത്തുൽ മോനിങ്ങളിലേക്ക് അവർ വരികയാണ്. അവർ പറഞ്ഞു, ലഖദ് അബ്ദലിയനി അല്ലാഹു ബി അബീ സലമത ഖൈറൻ മിൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കെൻ്റെ ഭർത്താവായ അബൂസലമയേക്കാളെ, ആ ഭർത്താവായിരുന്ന അബൂസലമയേക്കാളേറെ പകരം എനിക്ക് ഉത്തമനായ ഒരാളെ നൽകിയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. എന്തേ അവർ ആ ഒരു ഭാര്യയും ഭർത്താവും അപ്രകാരം ഒരു ആളാകാനുള്ള കാരണം എന്താണ്? മാതൃകാപരമായ മഹതികളാകാൻ, മാതൃകാപരമായ ദമ്പതികളാകാനുള്ള കാരണം എന്താണ്? അവരുടെ ഗുരുക്കന്മാരായിരുന്നു നിങ്ങൾ. അതാണ് പ്രവാചകനും പ്രവാചകൻ്റെ ഭാര്യമാരും. അവരാണ്. അങ്ങനെയാണല്ലോ അധ്യാപകന്മാരുടെ ചില സ്വഭാവങ്ങളൊക്കെ വിദ്യാർത്ഥികളിൽ കണ്ടേക്കാം. മാതാപിതാക്കളുടെ സ്വഭാവങ്ങൾ മക്കൾ കണ്ടേക്കാം. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയി കിട്ടി പേടിച്ച്, ജിബ്രീലിനെ കണ്ട് പേടിച്ച് വറച്ച് വന്ന് പുതപ്പിട്ട് മൂടാൻ വേണ്ടി പറഞ്ഞ് പുതപ്പിട്ട് കിടക്കുന്ന മുത്തുനബിയോടെ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുണ്ട്. സാധാരണഗതിയിൽ പ്രാസംഗികന്മാരൊക്കെ പറയാറുള്ളത് പോലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തി വെക്കേണ്ട വാക്കാണ്. കല്ല വല്ലാഹി ലാ യുഖ്സിക്കല്ലാഹു അബദ, അള്ളാഹുവാണ് സത്യം. നിങ്ങളെന്തിന് പേടിക്കണം നബിയെ? അള്ളാഹു താങ്കളെ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിന്ദിക്കുകയില്ല, കൈവിടുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചാർത്തുന്നവനാണ്. താങ്കൾ മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏൽക്കുന്നവനാണ്. താങ്കൾ ഇല്ലാത്തവരുണ്ടാക്കി കൊടുക്കുന്നവനാണ്. കാലവിപത്തുകൾക്കെതിരെ സഹകരിക്കുന്നവനാണ്. ഇപ്രകാരം പരോപകാരം ചെയ്യുന്ന ഒരാളെ പടച്ചറബൊരിക്കലും കൈവിടുകയില്ല എന്ന ഒരു ഭർത്താവ് പ്രയാസപ്പെടുമ്പോൾ വിഷമിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഭാര്യയുടെ ആ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല മരണപ്പെട്ടു പോയ വർഷത്തിന് മുത്തുനബി വിളിച്ച പേരെന്താരങ്ങൾ? ആമുൽ ഹുസ്ൻ എന്നാണ്, ദുഃഖത്തിൻ്റെ വർഷം എന്നാണ്. നമ്മളെ ഭാര്യമാർ മരിക്കാനിരിക്കട്ടെ, മരിച്ചുപോയാലേ അത് നമുക്ക് ദുഃഖത്തിൻ്റെ വർഷങ്ങളാകണം. സലാമത്താകരുത്, രക്ഷയുടെ വർഷങ്ങളാകരുത്. ഇതുവരെ ഇടങ്ങേറേനി ഏതായാലും ഇനി ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറയണേ. ഒരു രക്ഷയുടെ വർഷങ്ങളായിട്ട് നമ്മുടെ മരണം അവർക്കും അവരുടെ മരണം നമ്മൾക്കും ഒരു എന്താ പറയുക, ഒരു പ്രയാസത്തിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗമായി ആകരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സഹോദരിമാരെ, ഇതേപോലെ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖദീജമാരാകണം. അപ്പോഴേ നമ്മളെന്ത് ചെയ്യുള്ളൂ, മുഹമ്മദ് നബിമാരാകുക. നമ്മൾ നബിമാരാകുമ്പോഴാണ് അവരെന്താവുക, ഖദീജമാരാവുക. ഞാൻ സൂചിപ്പിച്ചത് അതെ, ഇത് ആണ് ഇസ്ലാമിക ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു തആല അല്ലാഹു റസൂൽ ഒരു ഇറച്ചിക്കഷ്ടങ്ങനെ എടുത്ത് വായിലിട്ട് കടിച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആലയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ മകുടോദാഹരണം ചോദ്യങ്ങൾ. അതാണ് സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? 2 പേരും കൂടി ഓട്ടമത്സരം നടത്തുകയാണ്. നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് നാളെ തന്നെ ഓട്ടമത്സരം നടത്താൻ നിൽക്കണ്ട. ഓട്ടമത്സരം നടത്തുകയാണ്. ആദ്യം നബി ജയിച്ചു, പിന്നെ ആദ്യം നബി തോറ്റു 1ാമത്തതിൽ. അപ്പോൾ ആയിഷ റളിയല്ലാഹു തന്നെ കളിയാക്കി നബിനെ. 2ാമത്തെ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് തടിച്ചിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു, ആയിഷ റളിയല്ലാഹു തോറ്റു. അപ്പോൾ നബി പറഞ്ഞു, ഇതേ അന്നത്തിന് പകരാണ് കേട്ടോ എന്ന് പറഞ്ഞു. ആ പറയുന്ന സ്നേഹബന്ധത്തിന് പറയുന്ന പേരാണ് എന്ത്, വൈവാഹിക ബന്ധം എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇതല്ലാത്ത ഭാര്യ ഭർത്താവിനോട് പിണങ്ങുന്ന ഒരു കുറ്റത്തെ സംബന്ധിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, പറഞ്ഞു വരുന്നത്. അതെ, ഉമ്മു സലമ റളിയല്ലാഹു തന്നെ പറയാണ്,
സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂലു, പ്രവാചകൻ പറയുന്നേറ്റം കേട്ടിട്ടുണ്ട്, അയ്യുംറഅത്തിൻ മാത്തത്ത് വസൗജുഹാ റാദിൻ ദഖലത്തുൽ ജന്ന, ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടു പോകുമ്പോൾ ഭർത്താവിൻ്റെ ഇഷ്ടത്തോടു കൂടിയാണ് ആ സ്ത്രീ മരിക്കുന്നതെങ്കിൽ അവർ സ്വർഗത്തിലാണെന്നാണ്. എന്നുവെച്ചാൽ ഭാര്യയ്ക്ക് സ്വർഗത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടവും സ്നേഹവും അനിവാര്യമാണ്, നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അത് നിർബന്ധമാണ്. അങ്ങനെ നിബന്ധന എന്ത് വെച്ചിട്ടില്ല, ഭർത്താവിൻ്റെ സ്വർഗപ്രവേശനത്തിന് വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഒരൊറ്റ മനുഷ്യന്മാരും സ്വർഗത്ത് പോകില്ല. കാരണം ഏറ്റവും തൃപ്തിപ്പെട്ട ഒറ്റൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ദൈവിക മതമായതുകൊണ്ടാണ്, പടച്ചറബിന് ഇത് മനസ്സിലായതുകൊണ്ടാണ്. ശരി, അതുകൊണ്ടാണ് മുത്തുനബി അങ്ങനെ പറയാതിരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടം ലഭിക്കാതെ, ഭർത്താവിൻ്റെ സ്നേഹം ലഭിക്കാതെ ഒരു പെണ്ണും സ്വർഗപ്രവേശനം സാധ്യമല്ല. കച്ചറയാണ്, തമ്മിൽ കച്ചറയാണ്, തെറ്റാണ്, നന്നാകൂല. കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാനൊരു കുടുംബ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിൽ ചർച്ചക്ക് നിന്നപ്പോൾ ഈ ചില മനുഷ്യന്മാരുണ്ട്, അങ്ങനെയാണ് വെച്ചാൽ എല്ലാം ഒത്ത് പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുണ്ട്, ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. നന്നാകാനൊക്കെ വന്ന രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഓൾ ഒന്നാമതായി ഓൻ്റെ പേരാ വിളിച്ചത്. പണ്ടൊക്കെ എന്തേനും നമ്മളെ വിശ്വാസം, ഭർത്താവിൻ്റെ പേര് വിളിച്ചാൽ തൊലാക്കാകുന്നേനി, അങ്ങനെ ആകുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ നിങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട, പിന്നെ തൊലാക്കാകുന്നില്ല. പക്ഷേ അങ്ങനെയാണ് ഇവർ വന്നത്, ഭർത്താവിൻ്റെ പേരൊക്കെ വിളിച്ച്. ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടെന്ന് ഒക്കെ രൂപത്തിലേക്ക് എത്തി. 99% ഇങ്ങനെ അടുത്ത് വന്നു, അതായത് യോജിക്കാം എന്നുള്ള രൂപത്തിൽ. ഞാൻ അവരോട് പറഞ്ഞിരുന്നു, അതായത് ഓൻ്റെ വാപ്പനോടും ഉമ്മനോടും അവളുടെ വാപ്പനോടും ഉമ്മനോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ പഴയതൊന്നും പറയരുത്. പഴയത് പറഞ്ഞ ഒരാളെന്ത് ചെയ്യൂല, നന്നാവൂല. കാരണം ആ പഴയത് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മ വരും. അത് ജാഹിലിയ സ്വഭാവമാണ്. നബിയെയും സഹാബാക്കളെയും അതേപോലെ തന്നെ സഹാബത്തിനെ എന്താ പറയുക, സഹാബാക്കൾക്കിടയിൽ മുഹാജിറുകളെയും അൻസാരികളെയും അല്ലെങ്കിൽ പിന്നെ ഗോത്രങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി അവരെടുത്തിരുന്ന ഒരു തന്ത്രമായിരുന്നു എന്ത്, പഴയത് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത്. കാരണം അപ്പോൾ യോജിക്കുക എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു. അവസാനം ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ആർക്കെങ്കിലും ബാപ്പാക്കും ഉമ്മക്കും എന്തെങ്കിലും പറയാണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെയാണ്. കാരണം മരുവൾ പോകേണ്ടത് അങ്ങോട്ടല്ലേ, അതങ്ങോട്ട് പിന്നെ മരുവന് ഇനി കാണേണ്ടതല്ലേ, ഒന്ന് പറഞ്ഞോട്ടെയായിരുന്നു. അപ്പോൾ ഒരാൾ തുടങ്ങി, ഇല്ല നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല, മൊലി പറഞ്ഞ വരെയാക്കാറ്. മറ്റൊരാളോട് ചോദിച്ചോ, പറഞ്ഞു ഇതുവരെ പറയേണ്ടതുകൊണ്ട് പറയാക്കിനിയായിരുന്നു, എന്നിട്ടാണ് പറഞ്ഞു. അതോടെ അത് അവസാനിച്ചു. ചില മനുഷ്യന്മാർ പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് എങ്ങനെയെങ്കിലും യോജിപ്പിൻ്റെ മേഖല കണ്ടെത്തൽ ചെയ്യേണ്ടത്. പിന്നെന്താ ചെയ്യുക, എവിടെയെങ്കിലും ഭിന്നിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഭിന്നിപ്പിൻ്റെ വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ആൾക്കാർ പറയലുണ്ടേ, നമ്മളാകേണ്ടത് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയങ്ങൾ, നമ്മളാകേണ്ടത് സൂചിയുടെ പണിയാണ് നമ്മൾ എടുക്കേണ്ടതെന്നാണ്. സൂചി എന്തിനാണ്, അത് തുന്നിച്ചേർക്കാനാണ്. നമ്മൾ ഈ പിന്നെ കത്രികയുടെ പണി നമ്മൾ എടുക്കാൻ പാടില്ല എന്നാണ്. കത്രിക എന്തിനാണ്, മുറിച്ച് മാറ്റാനാണ്. അതിൻ്റെ പണി നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും സൂചിൻ്റെ പണി എടുക്കേണ്ടത്. അതായത് എങ്ങനെയെങ്കിലും ഒരു ബന്ധം നന്നാക്കാൻ പറ്റുമോ, അത് ചാർത്താൻ പറ്റുമോ, ആ ബന്ധം കൂട്ടി ഘടിപ്പിച്ച് വിടാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്, ഏതൊരു സ്ത്രീയും മരണപ്പെട്ടു പോകുമ്പോൾ ഭർത്താവിൻ്റെ സ്നേഹമില്ലയോ, തമ്മിൽ പ്രശ്നങ്ങളാണ്, കച്ചറയാണ്, കേസാണ്, തമ്മിൽ കണ്ടാൽ മുണ്ടൂല, ഇട്ടെറിഞ്ഞു പോയതാണ്, അങ്ങനെയൊക്കെയാണ്. എന്നാലോ ആ പെണ്ണിനെന്തില്ല, സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നുള്ളത് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്, എല്ലാ സ്ത്രീകളും അത് കേൾക്കണം, അത് മനപ്പാടമാക്കുകയും വേണം. ഇരസല്ലത്തിൽ മർഉത്തു ഖംസഹ, ഒരു സ്ത്രീ അവൾ 5 നേരം നമസ്കരിച്ചാലും, വസോമത്ത് ഷഹ്റഹ, റംളാൻ മാസം അവൾ നോമ്പ് നോറ്റാലും, വഹഫിലത്ത് ഫർജഹ, അവളുടെ ജനനേന്ദ്രിയം അവൾ നിയന്ത്രിക്കുകയും ചെയ്താൽ, സൂക്ഷിക്കുകയും ചെയ്താലും, വാത്തായത്ത് ബഅലഹ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ, 4 കാര്യങ്ങൾ, എന്നാൽ അവൾക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ള വാതിലൂടെ കടന്നു പോകാമെന്നാണ്. ഒരു വലിയ സമ്മാനമാണ് അല്ലാഹു റസൂലിൻ്റെ. ഇതിനേക്കാളേറെ ഇത് വലിയൊരു മല ഏറ്റലൊന്നല്ലല്ലോ. 5 നേരം നിസ്കരിക്കൽ, ആരാ നിസ്കരിക്കാതിരിക്കലാരാ, വില നിസ്കരിക്കുന്ന ആളുകളാണ്. പിന്നെന്താ വേണ്ടത്, എന്താണ്, റംളാൻ മാസത്തിൽ നോമ്പ് നിൽക്കലാണ്, അതിട്ടാണ് നല്ലോണം നോക്കും, പട്ടിണി നടന്നിട്ട് ഇറ്റേക്ക് നല്ല ശീല. പിന്നെന്താ വേണ്ടത്, ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തൻ്റെ ശരീരം മറ്റൊരാൾക്കും കൊടുക്കാണ്ടിരിക്കുക. പിന്നെന്താ വേണ്ടത്, ഭർത്താവിന് അനുസരിക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ആർക്കാ ചെയ്യാൻ കഴിയാത്തവർക്കാണ്. അവസാനത്താണ് വലിയ പ്രശ്നം. അതുകൊണ്ടാണല്ലോ 5 നേരം നമസ്കരിക്കുന്നതിൻ്റെ കൂടെ 1 മാസം പട്ടിണി കിടക്കുന്നതിൻ്റെ കൂടെ അല്ലാഹു റസൂൽ എണ്ണി പറഞ്ഞത് ഭർത്താവിനെ അനുസരിക്കണം എന്നാണ്. അങ്ങനെ അനുസരിച്ചാൽ
സ്വർഗലോകത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട വാതിലൂടെ കടന്നു പോകാം. അള്ളാഹു റസൂൽ പറയാം. അപ്പോൾ അത് കുറച്ച് പണിയായതുകൊണ്ടായിരിക്കാം അള്ളാഹു റസൂൽ അപ്രകാരം പറയാനുള്ള കാരണം അതായിരിക്കാം. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സൗഭാഗ്യമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത് 4 കാര്യങ്ങളാണ്. ഇന്നമിന സഅദത്തി, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അസൗജത്ത്, ഒന്നാമത്തത് അസൗജത്തു സ്വാലിഹ, ഒരു നല്ലവളായ ഭാര്യ, സ്വാലിഹത്തായ, ഭംഗിയുള്ള, ചുറുക്കുള്ള എന്നൊന്നല്ല നബി സല്ലല്ലാഹു പറഞ്ഞത്, സ്വാലിഹത്തായ ഭാര്യ എന്നാണ്. അതാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ. അതാണ് റസൂൽ ആരാണ് ഈ സ്വാലിഹത്ത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് നീ അവളെ നോക്കിയാൽ നിന്നെ സന്തോഷപ്പെടുത്തും, നിൻ്റെ അഭാവത്തിൽ അവൾ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ സംരക്ഷിക്കും, നിനക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അവൾ വീട്ടിലേക്ക് എന്ത് ചെയ്യൂല, പ്രവേശിപ്പിക്കുകയില്ല, സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ അവർ സംരക്ഷിക്കും. ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസ്കന സ്വാലിഹ, 3 കാര്യങ്ങളാണ്. രണ്ടാമത്തെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല വീടാണ്. നല്ല വീട്, അതായത് നല്ല വീട് പറഞ്ഞാൽ ഒരുപാട് വലിയ വീട് നടത്തത്തിലല്ല, സൗകര്യങ്ങളുള്ള ഒരു നല്ല വീട്. മൂന്നാമത്തത് വൽ മർക്കബ സ്വാലിഹ്, നല്ലൊരു വാഹനം. ഇതാണ് ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടത്. വൈനമിനെ ശിഖ, ഈ ദൗർഭാഗ്യത്തിൽപ്പെട്ട എന്താണ്? 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? 1 മോശമായ ഭാര്യയാണ്, 2 മോശമായ വീടാണ്, മൂന്നാമത്തത് മോശമായ വാഹനമാണ്. ആലോചിക്കുക, വളരെ അർത്ഥവത്തായ ഒരു വാക്കാണത്. വാഹനം നേരം വെളുക്കുമ്പോൾ ഒന്നാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒതായിത്തെ എല്ലാ ആൾക്കാരും അതിൻ്റെ ഒച്ച വെക്കും. ആ ജാതി വാഹനമാണെങ്കിലോ അയലൊക്കക്കാരെ മുഴുവനും കൂട്ടണം, തള്ളി പിടിച്ചണം എന്നുണ്ടെങ്കിൽ എന്തേ കാര്യം ഉണ്ടാകുക? അങ്ങനത്തെ വാഹനമല്ല. അതേപോലെ തന്നെ വീട് കയറണമെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത വീടിൻ്റെ അകങ്ങൾ കയറണമെങ്കിൽ ഒച്ചയും വിളി ഉണ്ടാക്കണേ, കച്ചറയിട്ട് ആൾക്കാർ ആ വീട്ടിൽ കയറി ചെല്ലനേയില്ല. ഇന്നലെ കണ്ടില്ല ഞങ്ങൾ എവിടെ ഒന്ന് പിന്നെ തന്തയും മകനും തമ്മിൽ തച്ച് കണ്ട് ജീവൻ പോയതാണ്. പിന്നെ മുസ്ലിം അല്ലാതാലോ, അപ്പോൾ ജീവൻ പോയതാണ്. ഇത് ആ വീട്ടിലുള്ള ആൾക്കാർ നോക്കലില്ല, അറിഞ്ഞത് തന്നെയല്ല ജീവൻ പോയത്. എന്തേന്ന് പോലീസ് ചോദിച്ചപ്പോൾ എന്താ വെച്ചാൽ സാധാരണ ഉണ്ടാണ് കാരണം. സാധാരണ ഉണ്ടാണതാണ്. അവരെന്ത് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല, മരണപ്പെട്ട് കിടക്കിട്ടുണ്ട്, അപ്പോഴൊന്നും അവർ അറിഞ്ഞിട്ടന്നില്ല. അപ്പം അങ്ങനത്തെ ചില വീടുകളുണ്ടാവും. ഒരു സമാധാനം അവിടെ ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു മോശമായ ഭാര്യ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോണേ, അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ജാതി, ഭർത്താവിനെ അനുസരിക്കാത്ത, നിസ്കരിക്കാത്ത, അതേപോലെ തന്നെ പറഞ്ഞാൽ കേൾക്കാത്ത, ഒരുപാട് കാലം ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടും ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, വെറുപ്പുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിയാത്ത, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവരാണ് ഒരു മനുഷ്യൻ്റെ ദൗർഭാഗ്യമെന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അവരുടെ സ്വർഗവും നരകവുമാണ് ഭർത്താവ് എന്ന് വസല്ലം പറഞ്ഞത്. മുത്തുനബിൻ്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു, ഒരു പെൺകുട്ടി. നബി ചോദിച്ചത് ആത്ത് സൗജന്യത്തി, നീ വിവാഹിതയാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റസൂൽ തൻ്റെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചു നബി പറഞ്ഞത് ഫഇന്നഹു ജന്നത്തുക്കി വനാറുക്കിന, നിൻ്റെ ഭർത്താവ് നിൻ്റെ സ്വർഗമാണ്, നരകമാണെന്ന. ഈ വാക്ക് നബി രണ്ടാമതായി പറഞ്ഞാൽ, ആദ്യമായി പറഞ്ഞാരെ പറ്റിയാണ്? മാതാപിതാക്കളെ പറ്റിയിട്ടാണ്. മാതാപിതാക്കൾ സ്വർഗമാണ്, നരകമാണ്. അതേ വാക്കാണ് ഭാര്യനെ പറ്റി, ഭർത്താവിനെ പറ്റി അല്ലാഹു റസൂൽ ഭാര്യയോട് പറഞ്ഞത്. നിൻ്റെ സ്വർഗം തീരുമാനിക്കാൻ ആ ഭർത്താവിനെ കൊണ്ട് കഴിയുന്നർത്ഥം, നിൻ്റെ നരകവും തീരുമാനിക്കാൻ ആ ഭർത്താവിനെ കൊണ്ട് കഴിയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതെൻ്റെ സ്വർഗമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? മാന്യമായി പെരുമാറണം. പെണ്ണുങ്ങളെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നരകമാണ്, ബാക്കിയുള്ളതൊക്കെ സ്വർഗമാണെന്നാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതായത് എൻ്റെ ഭർത്താവ് മാത്രം നരകമാണ്, ബാക്കിയുള്ളവരൊക്കെ സ്വർഗമാണ്. അല്ല, അതാണ് സ്വർഗം. അങ്ങനത്തെ ഒരു സ്വർഗം വേറില്ല. അതിനാണ് ഞാൻ നേരത്തെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഉദ്ധരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ഞാൻ പിന്നെ ഖൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ഹീറയിൽ ചെന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ അവിടെയുള്ള ഈ പേർഷ്യൻ ഗവർണർമാർക്കാണ് മിർസബാൻ എന്ന് പറയാം. അവർ അവരുടെ ഈ മിർസബാന്മാർക്ക് അഥവാ ഗവർണർമാരുടെ മുമ്പിൽ ഇവർ സുജൂദ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ പിന്നെ ചിന്തിച്ചു വെച്ചു, അത് ഓർത്തു വെച്ചു, മദീനയിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ ചെന്നാൽ എന്ത് ചെയ്യണം വെച്ചാൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ പോയിട്ട് മതി വരുവോളം എനിക്ക് സുജൂദ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് മടങ്ങി മദീനയിലെത്തി പ്രവാചകൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. അള്ളാഹു റസൂൽ ചോദിച്ചാൽ ഇതെന്താ സംഭവം, എന്താണ്? അല്ല, ഞാൻ ചോദിച്ചു നബിയോട്, നബിയെ, ഞാനിങ്ങനെ ഹീറയിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ കാണാനിടയായ സംഭവം, അവർ അവരുടെ മതപുരോഹിതന്മാരുടെ മുമ്പിൽ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഞാൻ അപ്പോൾ ചിന്തിച്ചു പോന്നതായിരുന്നു, ഭൂമി ലോകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അർഹതയുണ്ടെങ്കിൽ അത് പ്രവാചകൻ നിങ്ങൾക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യട്ടെ എന്നാണ്. നബി ചോദിച്ചു,
അറഅയ്ത ലൗ മറർത ബിഖബ്രി അകുൻത തസ്ജുദു ല, എൻ്റെ മരണശേഷം എൻ്റെ ഖബറിനരികിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യൂ? അപ്പത്തേം പറഞ്ഞില്ല അതില്ല. നമ്മളെ ആൾക്കാരാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു. അപ്പത്തേം പറഞ്ഞില്ല അതില്ല, ഞാൻ എന്തായാലും ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യൂല. അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞേ ഫലാ തഫ്അലു, എന്നാലേ അപ്രകാരം നിങ്ങൾ ചെയ്യരുത്. കാരണം എന്താണ്? ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരുത്തനോട് ലൗ കുൻതു ആമിറൻ അഹദൻ, ഞാൻ ഏതെങ്കിലും ഒരുത്തനോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, എന്തിന്? ഒരാളോട് മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതു അന്നിസാ യസ്ജുദ്ന ലിഅസ്വാജിഹിന്ന, ഭാര്യമാരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു ഭർത്താക്കന്മാരുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യാൻ വേണ്ടി. എന്താ കാരണം? ലിമാ ജഅലല്ലാഹു ലഹും അലൈഹിം മിനൽ ഹഖ്, അത്രമാത്രം ബാധ്യതകളാണ് അവർക്ക് ഭർത്താക്കന്മാരോടുള്ളതെന്നാണ്. ഈ സംഭവം വേറെ രൂപത്തിലൊക്കെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മുആദ് റളിയല്ലാഹു തആല അൻഹു ആണ് യമനിൽ പോയി മടങ്ങി വന്നപ്പോൾ ഇപ്രകാരം ചെയ്തതെന്നും അത് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതാണ്. അതേപോലെ മറ്റൊരിക്കൽ ഒരു ഒട്ടകം, ഒരു അൻസാരിയുടെ ഒരു ഒട്ടകം, അത് അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. അൻസാരികളെ അഥവാ യജമാന്മാരായ അൻസാരികളെ അത് അനുസരിക്കാതിരിക്കാൻ തുടങ്ങി. നബിയുടെ അടുക്കൽ പരാതിയായിട്ട് വന്നു, നബിയെ എൻ്റെ ഒട്ടകമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കൃഷി നനക്കാറുള്ളത്, അതിനെ ഞങ്ങൾ മറ്റു യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ ഇന്നിതാ ഒട്ടകം ഒരു പേ പിടിച്ച നായയെപ്പോലെയാണ്. നബി ചോദിച്ചു എവിടെയാണത്? അതിന് തോട്ടത്തിലുണ്ട്. ഞങ്ങളാ തോട്ടത്തിൻ്റെ വാതിലടച്ച് ഗേറ്റ് അടിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നബി സഹാബത്തിനോട് പറഞ്ഞു കൂമു, എല്ലാവരും വരിയെന്ന് പറഞ്ഞു. എല്ലാവരും എണീറ്റു പോയി. അല്ലാഹു റസൂൽ ചോദിച്ചു എവിടെയാണത്? ഇതാ കാണിച്ചു കൊടുത്തു. അല്ലാഹു റസൂൽ ആ തോട്ടത്തിൻ്റെ വാതിൽ തുറന്ന് നേരെ നബി അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഈ അൻസാരി പറഞ്ഞു നബിയെ അത് നിങ്ങളെ ആക്രമിക്കും, കടന്നാക്രമിക്കും, കാരണം അത് പേ പിടിച്ച നായയെപ്പോലെയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു അത് ഇന്നൊന്നും കാണിക്കൂല. നബി അതിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ ആ ഒട്ടകം മുത്ത് നബിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണു. ആ സമയത്ത് അല്ലാഹു റസൂൽ അതിൻ്റെ തലമങ്ങനെ കൈവച്ച്. എന്നിട്ട് നബി ചോദിച്ചു ആരാണ് ഇതിൻ്റെ ആളാരാണ്? ഞാനാണ്. നബി പറഞ്ഞു അതെന്നോട് പരാതി പറയുന്നു, നീ അതിന് ജോലി ചെയ്യിപ്പിക്കുന്നു പക്ഷേ ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന്. ഇത് റസൂലുള്ളാഹിൻ്റെ ഖുസൂസിയത്താണ്. മൃഗങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് ഈ ഒരു സംഭവം മാത്രമൊന്നുമല്ല, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് മൃഗങ്ങൾ സംസാരിക്കുക എന്നുള്ളത്. അത് കേൾക്കുക എന്നുള്ള ഖിയാമത്ത് നാൾ അടയാളമാണ്. നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. മനുഷ്യൻ ഉപയോഗിക്കുന്ന ചാട്ടവാറിൻ്റെ വള്ളി മനുഷ്യനോട് സംസാരിക്കും. അവനുപയോഗിക്കുന്ന കാൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ പട്ട അവനോട് സംസാരിക്കും. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഏതായിരുന്നാലും ആ സമയത്ത് സ്വഹാബാക്കൾ ഇത് മനസ്സിൽ കുറിച്ചു വെച്ചു. സംസാരിക്കാനാവാത്ത ബുദ്ധിയില്ലാത്തൊരു മൃഗം അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളേറെ മുത്തുനബിൻ്റെ മുമ്പിൽ പോയി 1000 വട്ടം സുജൂദ് ചെയ്യാൻ ഞങ്ങളല്ലേ അർഹർ? ഞങ്ങൾക്കുള്ള അവകാശമല്ലേ? നബിയോട് ചോദിച്ചു. അപ്പോൾ നബി പറഞ്ഞത് ഇപ്രകാരമാണ്. എത്രമാത്രം നിങ്ങൾ അള്ളാഹു റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യത വിശദീകരിക്കാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു എത്രമാത്രം അയാൾക്കൊരു മുറിവുണ്ടായി. ആ മുറിവ് ഭാര്യ തൻ്റെ നാവ് കൊണ്ടിങ്ങനെ നക്കിത്തുടച്ച് വൃത്തിയാക്കി. അല്ലെങ്കിൽ അയാളുടെ തരിമൂക്ക് പൊട്ടിയിട്ടുന്ന രക്തവും ചലവും പുറത്തു വരികയാണ്. എന്നിട്ട് അവൾ അവളുടെ നാവ് കൊണ്ട് നക്കിത്തുടച്ചെടുത്താലും മഹദ്ദത്ത് ഹക്ക, അയാളുടെ ബാധ്യത തീരുന്നില്ല എന്നാണ്, അയാളുടെ അവകാശം തീരുന്നില്ല. അങ്ങനെ വേണമെന്നല്ല, അത്രമാത്രം ബാധ്യതകളെക്കുറിച്ച് പറയാനും വേണ്ടിയിട്ട് ഉദാഹരണങ്ങൾ പറയലുണ്ടല്ലോ. അതേപോലെ അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ഇപ്രകാരം പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അബൂസലമമാരാകണം, നമ്മൾ ഉമ്മുസലമമാരാകണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞതേ ഭർത്താവിനുള്ള അവകാശങ്ങളെക്കുറിച്ച് നബി പറഞ്ഞു. ഇദാ റജുലു ഇംറഅതു ഇലാ ഫിറാശി, ഭർത്താവ് തൻ്റെ ഭാര്യയെ കടപ്പറയിലേക്ക് വിളിച്ചു. ഫലം തെത്തി, അവൾ ചെന്നില്ല. അതായത് രണ്ടും തമ്മിൽ തെറ്റാണ്. അവൾ ചെന്നില്ല. എന്നിട്ടോ ഫബാത്ത ഗദ്ബാൻ അലൈഹ, ആ ഭർത്താവ് അന്ന് അവളോട് കോപിച്ചുകൊണ്ടാണ് രാത്രി കഴിച്ചു കൂട്ടിയോ. അങ്ങനെയാണെങ്കിലോ ലഅനത്തുൽ മലായികത്ത് ഹത്താ സുബ്ഹിഹാണ്, നേരം വെളുക്കുന്നവരെ പടച്ചറബിൻ്റെ മാലാക്കന്മാർ അവൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹു അക്ബർ. എത്രയാണ് മാലാക്കന്മാരുടെ എണ്ണം? എത്രയാണ്? എണ്ണിക്കണക്കൊക്കെ സാധ്യമല്ല. ഈ മാലാക്കന്മാർ മുഴുവൻ എന്ത് ചെയ്യാണ്? ഈ പെണ്ണിൻ്റെ പേരിൽ നേരം വെളുക്കണവരെ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ അറിയങ്ങൾ? ഇതബാത്തത്തിൽ മർഅത്തു ഹാജിറത്തിൻ ഫിറാസോജിയ, ഭർത്താവിൻ്റെ കിടപ്പറ വേറിട്ട് കിടക്കുന്ന പെണ്ണ് അപ്രകാരം രാത്രി കഴിച്ചു കൂട്ടിയാൽ മാലാക്കന്മാർ അവളെ ശപിക്കും. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു വലി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരുൻ്റെ കയ്യിലാണ് അവനാണ് സത്യം. മാമിൻ റജുലിൻ യദ്ഉ ഇംറഅത, ഒരാൾ തൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു. ഫതഖബ അലൈഹി, അവൾ വിസമ്മതിച്ചു, ചെല്ലണില്ല. ഇല്ലാ കാന അല്ലദീ ഫിൽ സമായി സാഹിത്തൻ,
ആകാശലോകത്തുള്ളവൻ അവളോട് കോപിക്കാതിരിക്കുകയില്ല. ആരാണ് ഈ ആകാശലോകത്തുള്ളവൻ? ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹിൻ്റെ കോപ്പുണ്ടാവും ഏതുവരേക്കും? ഹെത്തായറുള്ള, അവൾ ഭർത്താവ് അവളോട് ഇഷ്ടപ്പെടുന്നത് വരെ. എത്തയർലാൻ അസൗജുക, തൻ്റെ ഭർത്താവ് എപ്പോഴാണ് അവൾ ഇഷ്ടപ്പെടുന്നത് അതുവരേക്കും. അന്ന് ഇഷ്ടമുണ്ടായില്ല, അന്ന് അയാൾ അങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്. നേരം വെളുത്തപ്പോഴും അതിൻ്റെ അലയലുകളൊക്കെ കണ്ടു, പിന്നെയും ഉണ്ടായില്ല. എപ്പോഴാണോ ഭർത്താവ് പിന്നീട് ആ പ്രശ്നം അയാൾക്ക് ഇല്ലാതെയാകുന്ന എപ്പോഴാണോ അതുവരെ റബ്ബിൻ്റെ മാലാക്കന്മാർ അവൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പൊള്ളു പറഞ്ഞിട്ടില്ലാത്ത മുത്തനബി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഒരു പെണ്ണിന് സുന്നത്ത് നോമ്പ് നോൽക്കണം എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്നാണ്. ലാ യഹിലുൽ ഇംറഅത്തിനൊരു പെണ്ണിന് അനുവദനീയമല്ല ഇല്ലാ ബിദ്നിഹി, ഭർത്താവ് നാട്ടിലുണ്ട്, ആ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ആ പെണ്ണിന് സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല. വലാ തഗ്ദൻ ഫീ ബൈതിഹി ഇല്ലാ ബിദ്നിഹി, അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാൾക്കും കയറി വരാനുള്ള അനുവാദവും പ്രവേശിക്കാൻ അനുവാദവും ആ പെണ്ണ് കൊടുക്കരുതെന്നാണ്. അതെ, അതിനാൽ നമ്മൾ അബൂസലമയാകണം, നമ്മൾ ഉമ്മുസലമമാരാകണം. ഭർത്താവിനെ പരിഗണിക്കാത്ത, ഭർത്താവിനനുസരിക്കാത്ത ഭാര്യമാരാണെങ്കിലോ അവർക്ക് സ്വർഗമില്ല എന്നാണല്ലോ അല്ലേ? അത് നമ്മൾ പറഞ്ഞത്. മാലാക്കന്മാരുടെ ശാപം എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? മലക്കുകളെ ശപിക്കുന്നത്, സാധാരണക്കാരല്ല, മനുഷ്യന്മാരല്ല ശപിക്കുന്നത്. പിന്നെ ആരാണ്? മലക്കുകളാണ്. അല്ലാഹു റസൂൽ പറയാം, ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തശ്കുറു സൗജിഹ, ഭർത്താവിനോട് നന്ദി കാണിക്കാത്ത സ്ത്രീയിലേക്ക് അള്ളാഹു നോക്കില്ല. അള്ളാഹു നോക്കില്ല. ഭർത്താവ് നന്ദി കാണിക്കാത്ത, അല്ലേ, രോഗിയായി കിടക്കുകയാണ്, ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാത്ത, ഭർത്താവിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാത്ത, ഭർത്താവിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാത്ത അങ്ങനെയുള്ള ഒരു ഭാര്യ, ആ ഭാര്യനെ അല്ലാഹു തആല പറയാണ്, അല്ലാഹു തആല എന്ത് ചെയ്യൂല, അവളേക്ക് നോക്കുകയില്ല എന്നാണ്. നബി പറഞ്ഞു, മൻ ഖറജത മിൻ ബൈതി സൗജിഹ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ഒരു പെണ്ണ് ഇറങ്ങിപ്പോവുകയാണ്. ലഅനത്തുൽ മലായിക ഹത്താ തർജിഅ തതൂബ, അള്ളാഹുവിൻ്റെ മാലാക്കന്മാർ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഏതുവരെ എന്നറിയങ്ങൾ? എപ്പോഴാണോ ആ സ്ത്രീ മടങ്ങി വരുന്നത് അതുവരേക്കും, അല്ലെങ്കിലോ അവൾ തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ എന്നാണ്. അള്ളാഹുവോട് തൗബ ചെയ്ത് മടങ്ങുന്നത് വരെ, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണോ അവൾ മടങ്ങി വരുന്നത് അതുവരേക്കും റബ്ബിൻ്റെ മാലാക്കന്മാർ അവളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹദീസ് കൂടിയുണ്ട്. ചില പണ്ഡിതന്മാർ എൻ്റെ സനദിൽ ചില തകരാറുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇന്നൽ മർഅത്ത, ഒരു സ്ത്രീ, ഇദാ ഖറജത മിൻ ബൈതിഹ, അവളുടെ വീട്ടിൽ നിന്ന് പുറത്തുപോയി, വസൗജുഹാ കാരിഹുൻ ലിദാലിക്, ഭർത്താവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല അവൾ അങ്ങനെ ഇറങ്ങിപ്പോണത്, ബാഗും തൂക്കി, അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഇറങ്ങിപ്പോണത് അയാൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണ് അവൾ ഇറങ്ങിപ്പോയത്. ലഅനഹാ കുല്ലു മലക്കിൻ, എല്ലാ മലക്കും അവളെ ശപിക്കും, ഫിസ്സമായി, ഉപരിഭാഗത്തുള്ള, വകുല്ലു ശൈഇൻ മറത്ത് അലൈഹി മിനൽ ജിന്നി വൽ ഇൻസി, അവൾ നടന്നു പോകുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങൾ മുഴുവനും ജിന്നുകളും മനുഷ്യന്മാരും ഏതുവരേക്കും ഹത്താ തർജിയ, അവൾ മടങ്ങി വരുന്നത് വരെ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ഇറങ്ങരുത്, ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ഒരക്ഷരം സംസാരിക്കരുത്, ഭർത്താവിനോട് നന്ദി കാണിക്കാത്തൊരു മനസ്സ് ഒരിക്കലും ഒരു പെണ്ണിനുണ്ടായിക്കൂടാ എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ വരെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടാക്കണം എന്നല്ല, ഉണ്ടാകാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാം, ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബിനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി. വാതിലിനടുത്ത് കുറേ ആൾക്കാരുണ്ട്, നബിൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ആർക്കും പ്രവേശനാനുമതി നൽകുന്നില്ല. ആ സമയത്ത് അവരൊക്കെ അനുവാദം ചോദിച്ച് നിൽക്കുകയാണ്. അവിടെ അബൂബക്കറും റളിയല്ലാഹു തആല അൻഹു സമ്മതം കിട്ടിയില്ല. ഉമർ റളിയല്ലാഹു തആല വന്നു, അനുവാദം ചോദിച്ചു, ഉമറിനും സമ്മതം കിട്ടിയില്ല. അവസാനം അവർക്ക് രണ്ടുപേർക്കുമാണ് നബി സമ്മതം കൊടുത്തത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ വഹൗലഹു നിസാഉ വസാകിത്തുൻ, നബി മുണ്ടാതിരിക്കുകയാണ്. മുത്തുനബിക്ക് ചുറ്റും നബിൻ്റെ ഭാര്യമാരുണ്ട്. മനസ്സിലായി അബൂബക്കറിനും ഉമറിനും റളിയല്ലാഹു തആല അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കല്ലിമന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅലു യല്ലാഹു, നബിനെ ചിരിപ്പിക്കാൻ, നബി ദേഷ്യപ്പെട്ട് എന്താ പറയുക, വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നബിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാക്ക് ഞാനിപ്പോൾ പറയും എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് അള്ളാഹു റസൂലിനോട് ഉമർ റളിയല്ലാഹു തആല അൻഹു നബിനെ വിഷമം അകറ്റാൻ വേണ്ടി, നബിക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഉമർ റളിയല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ കണ്ടക്കുകയാണെങ്കിൽ സെയ്ദിൻ്റെ മകളെ എൻ്റെ അടുത്ത് വന്നിന്. സെയ്ദ് പറഞ്ഞാൽ ഉമറിൻ്റെ അമ്മോശങ്ങാക്കിയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഉമറിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, സെയ്ദിൻ്റെ മകള്,
എൻ്റെ അടുത്ത് വന്ന് കണ്ടേ ഓളിനോട് ഞാൻ ഇപ്പം കൊടുക്കുന്നതിനേക്കാളെ ചിലവിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഞാൻ എന്താ കാട്ടിയറിയങ്ങൾ നബിയെ ഓളെ പെരടിക്കണ്ട് കൊടുത്തുക്കണ് കാരണം. അപ്പം നബി ചിരിക്കും, നബിക്ക് വിഷമുണ്ടാകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. അള്ളാഹു റസൂല് പുഞ്ചിരിച്ചു. മുത്തുനബിയുടെ മുൻപല്ലുകൾ കാണുന്ന രൂപത്തിൽ നബി ചിരിച്ചു. വലിയൊരു അത്ഭുത കൈ കൊണ്ട് പറയല, നബീൻ്റെ പല്ല് കാണുന്ന രൂപത്തിലൊക്കെ ചിരിച്ചു പറഞ്ഞാൽ വലിയ അത്ഭുതത്തോടു കൂടി പറയുന്ന വാക്കാണത്. എന്നിട്ട് അള്ളാഹു റസൂല് പറഞ്ഞേ ഹുന്നഹ ഉലിക്കമാറയസ് നഫ്ക, ജണ്ടോ ഈ ഇരിക്കണമൊക്കെ ചെലവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു റസൂല് പറയുകയുണ്ടായി. ആ സമയത്ത് ഇത് കേട്ടപാട് അബൂബക്കർ റളിയല്ലാഹു തആല എണീറ്റു, ആയിഷ റളിയല്ലാഹു തആലയെ അടിക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു തആല എണീറ്റു, അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന ഹഫ്സയെ അടിക്കാൻ തുടങ്ങി. തസ്അലാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മാ ലൈസ ഇൻദ, നബിൻ്റെ അടുക്ക ഇല്ലാത്ത നിങ്ങൾ ചോദിക്കുകയാണോ, നബിക്ക് തരാൻ കഴിയാത്ത നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ബാപ്പാരും മക്കളങ്ങനെ തല്ലുകയാണ്. അപ്പോൾ അള്ളാഹു റസൂൽ അവരെ തടയുകയാണ്. ഈ സമയത്തിറങ്ങിയ ആയത്താണ് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 28-ാമത്തെയും 29-ാമത്തെയും ആയത്ത്. യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, ഖുൽ അസ്വാജിക, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറയണം, ഇൻ കുൻതുന്ന തുരിദന ഹയാത്തുദ് ദുനിയ വസീനതഹ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഭൗതിക ജീവിതവും അതിൽ അലങ്കാരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫതഅലീന ഉമത്തിഉകുന്ന വസരിഉകുന്ന സറാൻ ജമീല, നിങ്ങൾ വന്നോളി, ഞാൻ നിങ്ങളെ മത്താവ് തന്ന് പിരിച്ചുവിടാം, ഭംഗിയായി പിരിച്ചുവിടാം, ഞങ്ങളെ കെട്ടിയിടുകയില്ല. എന്നാൽ വൈൻകുൻതുന്ന തുരിദിനല്ലാഹു വറസൂല വദ്ദാറൽ ആഖിറ, നിങ്ങൾ അള്ളാഹുവിനെയും പിന്നീട് അവൻ്റെ പ്രവാചകനെയും പരലോകത്തെയുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാത്തി മിൻകുന്ന അജ്റൻ അലീമ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്ന് സുഹൃതം ചെയ്യുന്ന ആളുകൾക്ക് പടച്ചറബ് ഒരുപാട് പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നായത്ത് നബിയെ നിങ്ങൾ ഓതിക്കൊടുക്കണം എന്നാണ്. എന്നുവെച്ചാൽ എന്താണ്, അവരോട് ഖിയാർ നടത്താനാണ്. എന്താ ഈ ഖിയാർ പറഞ്ഞാൽ, അതായത് നിനക്ക് തിരഞ്ഞെടുക്കാം, ഒന്നുകിൽ എൻ്റെ കൂടെ കൂടാം, അതല്ല എന്നുണ്ടെങ്കിലോ ഞാൻ നിങ്ങളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കി തരാം, നിങ്ങൾക്ക് ഞാൻ മത്താവ് നൽകാം എന്നുള്ള ഈ ഖിയാർ, ഇഖ്തിയാർ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ അല്ലാഹു റസൂൽ ആദ്യമായി വിളിച്ചത് ആയിഷ റളിയല്ലാഹു തആലയെയാണ്. അത് മുത്തുനബിക്ക് ആയിഷയോടുണ്ടായിരുന്ന സ്നേഹത്തിനെ കുറിച്ചാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇനി ഉരീദൻ അത് കുറക്കലക്കി, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. അതായത് എന്ത് ചെയ്യേണ്ടതില്ല, ആ വിഷയത്തിൽ നീ ധൃതി കാണിക്കേണ്ടതില്ല, നിന്റെ മാതാപിതാക്കളോട് ചോദിച്ചോ എന്ന് പറഞ്ഞ അല്ലാഹു റസൂൽ പറയണത്. അപ്പോൾ എന്താ സംഭവം എന്താണ്? അപ്പോൾ ആയിഷ തന്നെ പറഞ്ഞു, നബിയെ, നിങ്ങളെ വിഷയത്തിലാണോ ഞാൻ എൻ്റെ ബാപ്പനോടും ഉമ്മനോട് സംസാരിക്കേണ്ടത്, കൂടിയാലോചിക്കേണ്ടത്? ബലഖ്താറുല്ലാഹു റസൂല, എന്നാൽ ഞാൻ ഇതാ നിസ്സംശയം, എനിക്കൊരു സംശയമല്ല, ഞാൻ എന്ത് ചെയ്യാണ്, അള്ളാഹുവിനെയും പിന്നീട് അവൻ്റെ പ്രവാചകനെയും ഞാൻ തിരഞ്ഞെടുക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർ പെണ്ണുങ്ങളല്ല ജാതി. അപ്പോൾ ആയിഷ ഒരു കാര്യം കൂടി പറഞ്ഞു, പക്ഷേ നബിയെ, നിങ്ങളിങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമല്ലോ, അങ്ങനെ മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോഴേ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിക്കണം കേട്ടോ എന്നുള്ളത് നിങ്ങൾ പറയരുത് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മറ്റോലൊക്കെ എങ്ങാനും ഒഴിവാക്കി പോവുകയാണെങ്കിൽ ഇന്ന് ഒറ്റക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇത് ഐശ്വര്യ. പെണ്ണുങ്ങളാവുമ്പോൾ ആ സ്വഭാവം എല്ലാവരിലും ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ പറയരുത് കേട്ടോ പറഞ്ഞു. അള്ളാഹു റസൂലാണെങ്കിലോ അതാണ്, ആണുങ്ങൾ പറഞ്ഞാൽ പാവങ്ങളല്ലേ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു തആല എന്നെ പറഞ്ഞയച്ചിരിക്കണേ പരിശ്രമനി ഹൃദയനായിക്കൊണ്ടല്ല, എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് വലാകിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സറ, എളുപ്പമുണ്ടാക്കുന്നൊരു അധ്യാപകനായിക്കൊണ്ടാണ് അള്ളാഹു തആല എന്നെ പ്രയോഗിച്ചത്, അതിനാൽ എന്നെ അയച്ചത്. എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും എന്ന് അള്ളാഹു റസൂൽ പറയുകയുണ്ടായി. പ്രശ്നങ്ങളവിടെ ഉണ്ടായിട്ടുണ്ട്, ഭാര്യമാർക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഉമ്മു സലമയുടെ വീട്ടിലിരിക്കുന്ന ആയിഷ റളിയല്ലാഹു വീട്ടിലിരിക്കുമ്പോൾ ഉമ്മു സലമയുടെ വീട്ടിൽ നിന്ന് അല്പം കറി കൊണ്ടുവന്നു. എന്നിട്ട് ആ കറി ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ കൊടുക്കുകയാണ്. ഇത് ആയിഷ റളിയല്ലാഹു സഹിച്ചില്ല, ഒറ്റ തട്ട ആ പാത്രം ഉടഞ്ഞു, കറി നിലത്ത് പോണു. അള്ളാഹു റസൂൽ അവിടെ ഇരുന്ന് തൻ്റെ കൈ കൊണ്ട് ആ കറിയൊക്കെ ഇങ്ങനെ ഒരുക്കു കൂട്ടിയിട്ട് അവിടുന്ന് ഭക്ഷണം അവിടുന്ന് കഴിക്കാൻ തുടങ്ങി. ആ പാത്രത്തിൻ്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ പൊട്ടിയ കഷ്ടങ്ങളിങ്ങനെ മുത്തുനബി അത് വേറെയാക്കി വെച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓറത്തും മുക്കും ഒരൊറ്റ വാക്ക് മാത്രം, നിങ്ങളമ്മക്ക് ദേഷ്യം വന്നിക്കണം എന്ന് മാത്രം. മുഖത്തടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, നോക്കിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അടിക്കാപ്പോൾ പേടിയാണ്. പക്ഷേ ഒരു നോട്ടുണ്ടല്ലോ, ആ നോട്ടം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളോട് കാണാൻ ചെന്നപ്പോഴുള്ള നോട്ടം, തല മുതൽക്ക് അവസാനം വരെയുള്ള ഒരൊറ്റ നോട്ടം. ആ നോട്ടം നോക്കിയില്ല മുത്തുനബി, ഒരൊറ്റ വാക്ക് മാത്രം, നിങ്ങളമ്മച്ചിക്ക് ദേഷ്യം വന്നിക്കണ് എന്നുള്ള വാക്ക്. ഞാൻ പറഞ്ഞത് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ അത് പുറത്തേക്കെത്തുകയല്ല വേണ്ടത്. അത് കോടതി വരാന്തകൾ കയറി ഇറങ്ങാനുള്ളൊരു മാർഗമല്ല. അതെന്ത് ചെയ്യണം, അവിടെ തീർക്കണം എന്നുള്ളതാണ്. മറ്റൊരു സംഭവം, നബിക്ക് തേനും അതേപോലെ മധുരവും ഇഷ്ടമായിരുന്നു. അസ്ർസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ
എല്ലാ ഭാര്യമാരുടെയും വീട്ടിലൂടെ ഒന്നിങ്ങനെ സന്ദർശിക്കുക പതിവാണ്. ആ സമയത്ത് ഹഫ്സ റളിയല്ലാഹു തആല കുറച്ച് തേൻ കിട്ടിയിരിക്കണം, അത് മറ്റൊരുക്കില്ല. അപ്പോൾ അവർക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യമായി. ആയിഷ റളിയല്ലാഹു തആല തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ സംഭവം സൈനബിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളതും റിപ്പോർട്ടുണ്ട്. ആയിഷയും ഹഫ്സയുമാണ് തന്ത്രം പ്രയോഗിച്ചു എന്നുള്ളതും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അമ്മ വല്ലാഹി ലനഹ്താലനലോ, ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്ത കാര്യങ്ങൾ നേരെ ചെന്നു സൗദയോട് പറഞ്ഞു, എൻ്റെ അടുക്കിലേക്ക് നബി വരും, അപ്പം ഈ പറയണം കേട്ടോ, പിന്നെ എന്താ നബി നിങ്ങൾ ഈ മഗാഫിർ കഴിച്ചുക്കണോ എന്ന് ചോദിക്കണം എന്നാണ്. മഗാഫിർ പറഞ്ഞാൽ ഒരു വാസനയുള്ള ചെടിയുടെ പേരാണ്. നിങ്ങൾ അത് നിങ്ങൾ കഴിച്ചുക്കണോ ചോദിച്ചാൽ മതിയായിരുന്നു. അപ്പം നബി എന്ത് പറയും? ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെ പറയണം, എന്താ പിന്നെ നബി നിങ്ങളൊരു വാസന ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയണം. ആയിഷ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ. അപ്പോൾ എന്ത് ചെയ്ത് അപ്പം അപ്പോൾ പറയും, ഹഫ്സ എനിക്ക് കുറച്ച് തേൻ തന്നിരുന്നു, എന്നാൽ അതായിരിക്കും ചിലപ്പോൾ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പറയണം, എന്നാലേ ആ തേന്, ആ മധു നുകർന്നിരിക്കുന്നത്, തേനീച്ച നുകർന്നിരിക്കുന്നത് ആ ചെടിൻ്റെ തേനായിരിക്കാം എന്ന് പറയണം കേട്ടോ. എൻ്റെ അടുത്ത് വന്നാൽ ഞാനും അങ്ങനെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അള്ളാഹു റസൂല് പാപം, അതായത് ആത്മാർത്ഥൻ നിഷ്കളങ്കനായ നബി ഇതൊന്നും അറിയണില്ലല്ലോ. അള്ളാഹു റസൂൽ നേരെ ചെന്നു. എവിടേക്ക്? ആയിഷ സൗദിൻ്റെ അടുക്കിലേക്ക് ചെന്നു. സൗദ റളിയല്ലാഹു തആല തന്നെ പറഞ്ഞു, എന്താ നബി നിങ്ങളെ നിങ്ങളെന്താ നബി മഗാഫിർ വെച്ചുകൊണ്ടു ചോദിച്ചു. ഇല്ല, നിങ്ങളെന്താ നബി നിങ്ങളെ മണക്കണം എന്താ ചോദിച്ചു. അപ്പം നബി പറഞ്ഞു, എനിക്ക് കുറച്ച് തേൻ എന്നീനി ഇവിടുന്ന് ഞാൻ കഴിച്ചുകണ് പറഞ്ഞു. ശരി, നബി അവിടുന്ന് ഇറങ്ങി നേരെ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു ഇതേ മറുപടി ചോദ്യം ചോദിക്കാൻ വേണ്ടി കാത്തിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഈ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ മറുപടി കണ്ടെക്കും അല്ലേ? കാരണം നമുക്ക് ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തിന് നമുക്കറിയാം ഇദ്ദേഹം ചോദിക്കുക എന്നുള്ളത്. നിഷ്കളങ്കനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. വസല്ലം ഒന്നും പറഞ്ഞില്ല. നീ പറഞ്ഞു, നേരത്തെ പറഞ്ഞ സൗദ റളിയല്ലാഹു സാധനങ്ങളെ എന്തിനാണ് നിങ്ങൾ നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത്? എന്തിനാണ്? വല്ലാഹു ഗഫൂറുൻ ഹലീം, അല്ലാഹു തആല പാപങ്ങൾ പൊറുക്കുന്നവരും യുക്തിമാനുമാണ്, സഹനശീലനുമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആയത്തുകൾ. ഇൻ തുതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ മനസ്സുകളെ തെറ്റിലേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കുകയാണ്. പക്ഷാതപിച്ച് നിങ്ങൾ രണ്ടുപേരും പക്ഷാതപിച്ച് മടങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാകും. വൈൻ തലാഹറ അലൈ, ഇനി അതല്ല പ്രവാചകനെതിരെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിലോ ഫഇന്നല്ലാഹു ഹുവ മൗല വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ളഹീർ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു അവൻ്റെ യജമാനനാണ്, ജിബ്രീലും അതേപോലെ വിശ്വാസികളിൽ നല്ലവരും, അതേപോലെ തന്നെ അതിനുശേഷം മാലാക്കന്മാരും, അതിന് പുറമെ മാലാക്കന്മാരും ആ പ്രവാചകനെ സഹായിക്കും. അസാറബ്ബു ഇൻ തൊല്ലക്കുന്ന, ഇനി നിങ്ങൾ മാത്രമാണ് ഭൂമി ലോകത്ത് ഏറ്റവും നല്ലവരെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ആ പ്രവാചകൻ നിങ്ങളെ തൊലാക്ക് ചെല്ലുകയാണെങ്കിലോ അയുബ്ദിലു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിയാത്തിൻ സയ്യിബാത്തിൻ വബക്കാറ. ആ പ്രവാചകൻ നിങ്ങളെ തൊലാക്ക് ചെല്ലിയാൽ ആ പ്രവാചകന് നിങ്ങളെക്കാളേറെ ഉത്തമരായ മുസ്ലിമീങ്ങളായ മുഅ്മിനാത്തുകളായ ഭക്തി കാണിക്കുന്നവരായ പക്ഷാന്തപിച്ച് മടങ്ങുന്നവരായ ആരാധനാ നിരതരായ നോമ്പ് നോൽക്കുന്നവരായ അതേപോലെ തന്നെ വിധവകളും കന്യകകളുമായ സ്ത്രീകളെ നാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അവർക്ക് പകരമായി നൽകുന്നുള്ള ആ സൂറത്തിറങ്ങുന്നത് ആ സന്ദർഭത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതെ, പ്രശ്നങ്ങൾ മുത്തുനബിൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഉണ്ടായത് എന്തിനാണ്? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നബി എന്താണോ പരിഹാരം ചെയ്തത്, എന്താണ് അതിനുള്ള റെമഡി, പരിഹാരം എന്താണ്, അത് നമ്മളും കാണിക്കാൻ വേണ്ടിക്കാണ്ടാണ്. അത് അറിയിക്കുന്ന ഒരായത്താണ് ഞാൻ നിങ്ങൾ ഒതുക്കേൽപ്പിച്ചത്. അരിജാലു ഖവ്വാമൂന അലൻ നിസായി. അതെ, പുരുഷന്മാർക്കാണ് നിയന്ത്രണാധികാരമുള്ളത് സ്ത്രീകളുടെ മേൽ. ഏതൊരു വീട്ടിലും ഉമ്മരപ്പടി പൊന്തിക്കൂടാ. ആ വീട്ടിലെ ആണ് എന്ന് പറഞ്ഞാൽ അയാളാണ് ആ കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ പെണ്ണല്ല കുടുംബനാഥനാകേണ്ടത്. പിന്നെ ആരാണ്? അതാണ് തന്നെയാണ്. ആണിൻ്റെ സ്ഥാനം കാണാൻ ഭംഗിയില്ലെങ്കിലും, ജോലിയില്ലെങ്കിലും, ചൊറുക്കില്ലെങ്കിലും, സാമ്പത്തികമായി ശേഷിയില്ലെങ്കിലും, അതെ, ആണാണ്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. അരിജാലു ഖവ്വാമൂന അലൻ നിസായി. രണ്ട് കാരണമാണ് അല്ലാഹു തആല പറഞ്ഞത്. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ. എന്താ ഒരു കാരണം? എന്താണ്? അല്ലാഹു തആല ചിലരേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഭർത്താവിനെയാണ്, ആണുങ്ങളെയാണ് പെണ്ണുങ്ങളെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയത്. വബിമാ അൻഫഖു മിൻ അംവാലിഹിം. രണ്ടാമത്തെ എന്താ വെച്ചാൽ അവരാണ് ചെലവഴിക്കേണ്ടതെന്നുള്ളതാണ്. ആണുങ്ങൾ ചെലവഴിക്കുന്നു എന്നുള്ള കാരണത്താലുമാണ്. ഫസ്സാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ആരാ നല്ലവരായ സ്ത്രീകൾ പറഞ്ഞാൽ ആരാണ്? അവരെ
അദൃശ്യത്തിലും ഭർത്താവിൻ്റെ അദൃശ്യത്തിലും സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. വല്ലാത്തി തഖവ്നു ശുസഹുന്ന, എന്നാൽ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ പിണക്കത്തെ പേടിക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ഫൈദൂഹുന്ന, നിങ്ങളവരെ ഉപദേശിക്കണം. വഹ്ജുറുഹുന്നൽ മലാജി, ഉപദേശം ഫലം ചെയ്യണില്ലാണ്ടെങ്കിലോ എന്ത് ചെയ്യണം? അവർ നിങ്ങൾ കിടപ്പറയിൽ വേറിട്ട് കിടത്തണം, കിടപ്പറയിൽ നിന്ന് അവരകറ്റണം. അതും ഫലം ചെയ്യണില്ലാണ്ടെങ്കിലോ വദ്രിബുഹുന്ന, നിങ്ങളവരടിക്കണം. ഫൈന തഅ്നകും ഫലാ തബു അലൈഹിന്ന സബീല, എന്നാൽ ഓരോ മാർഗങ്ങൾ ചെയ്യുമ്പോഴും അവർ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ രണ്ടാമത്തൊരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കരുത്. ഇന്നല്ലാഹ കാന അലിയൻ കബീറ, അല്ലാഹു തആല ഉന്നതനും മഹാനുമാണ്. വൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമ, ഇനിയോ നിങ്ങൾ അവർക്കിടയിൽ ഈ വേർപാടിനെ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ ഫബഅസു ഹഖമൻ മിൻ അഹ്ലിഹി വഹഖമൻ മിൻ അഹ്ലിഹ, അവൻ്റെ ഭാഗത്തു നിന്നൊരാളും അവരുടെ ഭാഗത്തു നിന്നൊരാളെയും അവർ പഞ്ചായത്ത് പറയട്ടെ. എന്നിട്ടോ എന്തേ? കാരണം ഈ യുരിദ ഇസ്ലാം യുഫിഖില്ലാ ബൈനഹുമ, അവർക്ക് രണ്ടുപേർക്ക് യോജിക്കണമെന്ന് പിന്നെ ഉണ്ടെങ്കിലും അല്ലാഹു തആല എന്ത് ചെയ്യും? അവർ യോജിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ കാന അലീമുൻ ഖബീറ, തീർച്ചയായും അല്ലാഹു തആല എല്ലാം അറിയുന്നവനും അതേപോലെ തന്നെ എല്ലാ വിവരശാലിയുമാണ് എന്ന ആയത്തിൻ്റെ അർത്ഥം അതാണ്. ത്വലാഖിൻ്റെ സാധ്യതകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയാണ്. എങ്ങനെയും ത്വലാഖ് ചെല്ലട്ടെ എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക. ത്വലാഖ് എന്ന പരിപാടി ഉപയോഗിക്കാതിരിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ 4 കാര്യങ്ങൾ, ഇത് മാത്രമല്ല, ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യം ഞാൻ വിചാരിക്കണം. അതായത് ത്വലാഖ് ചെല്ലുന്നതിന് മുമ്പ് 8-9 നമ്മൾ സ്വീകരിക്കേണ്ട 8-9 നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ ഒന്നെടുത്ത് അത് നടക്കണില്ല, രണ്ടാമത് അല്ലേ, എന്നിട്ട് അവസാനമായിട്ടാണ് ത്വലാഖ് ചെല്ലുന്നത്. അതും എങ്ങനെ? ഒരൊറ്റ ത്വലാഖാണ്. ആ ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ഇരിക്കുന്നത് എവിടെയാണ്? ഭർത്താവിൻ്റെ വീട്ടിലാണ്. അങ്ങനെ ചൊല്ലേണ്ടതിന് എപ്പോഴാണ്? അവളെ ശാരീരികമായി ബന്ധപ്പെട്ട ശുദ്ധി കാലഘട്ടത്തിൽ പാടില്ല, മനസ്സിലായില്ലേ? അതേപോലെ ഹൈലുള്ള സമയത്ത് പാടില്ല. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് എങ്ങനെയെങ്കിലും ആ ത്വലാഖിൻ്റെ സാധ്യതകളെ ഇല്ലാതെയാക്കാൻ വേണ്ടിക്കാണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സൂചിയുടെ ജോലിയാണ് നമ്മൾ എടുക്കേണ്ടത്, കത്രികളുടെ ജോലിയല്ല. സൂചി തുന്നിച്ചേർക്കാനുള്ളതാണ്, അത് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളതാണ്. അതിൻ്റെ പണിയെടുക്കുക. നമ്മൾ ആരാകാൻ പാടില്ല? കത്രികകളുടെ മുറിച്ചു മാറ്റപ്പെടുന്ന കാര്യങ്ങളായി കത്രികയുടെ ജോലി എടുക്കുന്നവരായിട്ട് നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആളുകളാക്കി പടച്ചറബ് നമ്മളെ മാറ്റട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ.